Listen. Page number 24. The drainage system of the cities was very well planned. The bathrooms had sloping floors and had drains which were connected to the street drains. The kitchen also had drains connected to the main street drains. The street drains came along the sides of the street. They were covered with bricks and were cleaned from time to time. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഈ സമയത്ത് ഈ കാലത്തുണ്ടായിരുന്ന ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആണ്. The bathrooms had sloping floors. ബാത്റൂം എങ്ങനെയായിരുന്നു? ബാത്റൂമിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിരുന്നു, ചെരിവുള്ള, വെള്ളം വീണാലേ ഒഴുകി പോകാൻ പറ്റുന്ന വിധം സ്ലോപ്പ് ഉള്ളതായിരുന്നു ഇത് നമ്മുടെ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന ബാത്റൂം. മാത്രല്ല സ്ലോപ്പിംഗ് ഫ്ലോർസ് ആൻഡ് ഹാഡ് ഡ്രെയിൻസ് വിച്ച് വർ കണക്റ്റഡ് ടു ദ സ്ട്രീറ്റ് ഡ്രെയിൻ. തെരുവിലെ ഡ്രെയിൻസിനെ കണക്ട് ചെയ്ത, തെരുവിലെ സ്ട്രീറ്റ് ഡ്രെയിൻസുമായി കണക്ട് ചെയ്തിട്ടാണ് ബാത്റൂമിലെ ഡ്രെയിനും പോകുന്നത്. ദ കിച്ചൺ ഓൾസോ ഹാഡ് ഡ്രെയിൻസ്. അടുക്കളയിൽ ഒന്നുണ്ട്, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. Then the street drains ran along the sides of the street. റോഡിന്റെ സൈഡിലൊക്കെ ഡ്രെയിനേജ് നമ്മൾ കാണുന്ന പോലെ ഇന്നത്തെ വാറാണിക്കുടി എന്തായാലും പറയാ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അപ്പം അന്ന് ആ ഒരു കാലത്തിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിരുന്നു. Drainage system is very well planned and bathroom have also drainage system. Bathroom had sloping floors and drains which were connected to the street drains. Street drain ആയി കണക്ട് ചെയ്തിട്ട് ബാത്റൂമിന്റെ ഡ്രെയിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല kitchen have also drainage system. Kitchen has also drain. Then drains ran along the sides of the street. റോഡിന്റെ ഒക്കെ രണ്ട് സൈഡിലും ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വളരെ സെറ്റപ്പ് ആയിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷനിലെ അവരുടെ സിവിലൈസേഷൻ സെറ്റപ്പ് സിവിലൈസേഷൻ ആയിരുന്നു. ഇന്നുണ്ടായിരുന്ന എല്ലാ ഏകദേശം ഉണ്ടല്ലേ, ഡ്രെയിനേജ് സിസ്റ്റം, 2 നില വീടുകള്, ഗ്രേറ്റ് ബാത്ത് അല്ലേ. ഇനി ഒക്കുപേഷൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്, എന്താണ് അവരുടെ ജോലി? People followed different occupations. There were farmers, weavers, potters, jewelers, metal workers, toy makers, stone cutters, seal makers, boat makers, masons and traders. അന്നത്തെ ആൾക്കാരുടെ ജോലി എന്തായിരുന്നു? അവരുടെ എന്തൊക്കെ ജോലിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്? Different occupations were following. They followed different occupations such as some of them were farmers, then weavers, potters, jewelers, മെറ്റൽ വർക്കേഴ്സ്, ടോയ് മേക്കേഴ്സ്, സ്റ്റോൺ കട്ടേഴ്സ്, ഇതൊക്കെ ആയിരുന്നു അന്നത്തെ ജോലി. അപ്പൊ പല ജോലിയിലും അവർ ഏർപ്പെട്ടിരുന്നു. ഫാർമേഴ്സ് കൃഷിപ്പണിക്കാരുണ്ടായിരുന്നു, ജ്വല്ലറി വർക്ക് ഉണ്ടായിരുന്നു, മൺപാത്ര നിർമ്മാണക്കാരുണ്ടായിരുന്നു, നെയ്ത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നു അല്ലെ, മേസ്ത്രി പണിക്കാരുണ്ട്, മേസൺ മീൻസ് മേസ്ത്രി, ട്രേഡേഴ്സ് വ്യാപാരികൾ, ഇങ്ങനെ എല്ലാ ജോലികളിലും അന്നത്തെ ആൾക്കാർ ഏർപ്പെട്ടിരുന്നു. നെക്സ്റ്റ് വൺ, പോട്ടറി മേക്കിംഗ്. Pottery making had reached an advanced stage. Beautiful reddish glazed pottery with different designs has been discovered from almost all the sites. അന്ന് പോട്ടറി നിർമ്മാണവും വളരെ വെൽ പ്ലാൻഡ് ആയി നടന്നിരുന്നു. അതായത് പോട്ടറി നിർമ്മാണം അഡ്വാൻറ്റേജ് പോട്ടറി നിർമ്മാണമായിരുന്നു, മൺപാത്ര നിർമ്മാണം. ബ്യൂട്ടിഫുൾ റെഡിഷ് ഗ്ലേസ്ഡ് പോട്ടറി, റെഡിഷ് കളറിലുള്ള റെഡിഷ് ഗ്ലേസ്ഡ് പോട്ടറി വിത്ത് ഡിഫറെന്റ് ഡിസൈൻ, പല തരത്തിലുള്ള ഡിസൈൻ ഉള്ള റെഡിഷ് ഗ്ലേസ്ഡ് പോട്ടറീസ് അന്ന് നിർമ്മിച്ചിരുന്നു. അതും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കവേർഡ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മുടെ പോട്ടറി മേക്കിങ്ങും അഡ്വാൻറ്റേജ് പോട്ടറി മേക്കിംഗ് ആയിരുന്നു. റെഡിഷ് ഗ്ലേസ്ഡ് പോട്ടറി വിത്ത് ഡിഫറെന്റ് ഡിസൈൻസ് they were discovered from these sites. Okay, a large number of seals have also been found. Most of them are okay. Most of them sorry, a large number of seals have also been found. Most of them are made of terracotta and are square or rectangular shape. They have animal figures and picture like
സൈൻസ് ഓൺ ദം. അന്ന് എന്തിട്ടായിരുന്നു? സീലും കണ്ടെത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ സീലും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ സീൽ were made of terracotta. ടെറാക്കോട്ട കൊണ്ടാണ് അന്നത്തെ സീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ടെറാക്കോട്ട എന്ന് പറഞ്ഞാല് ഒരു തരം കളിമണ്ണാണ് ടെറാക്കോട്ട. These seals are in square and rectangular shape. സ്ക്വയർ ഷേപ്പിലോ റെക്ടാങ്കുലർ ഷേപ്പിലോ ഒരുപാട് സീൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ these seals were made of terracotta. They have animal figures and picture like signs. എന്തൊക്കെ സിമ്പിൾ ആയിരുന്നു? ആനിമൽസിന്റെ ഫിഗേഴ്സ് അല്ലെങ്കിൽ പിക്ചർ ലൈക്ക്, പിക്ചറിന്റെ രൂപത്തിലുള്ള സൈൻസ് ആണ് കണ്ടെത്തിയിരുന്നത്. കണ്ടോ? അവര് അന്നത്തെ കണ്ടെത്തിയത് കണ്ടോ? പിക്ചർ കണ്ടോ? അപ്പൊ അന്ന് സീലും അവർ ഉപയോഗിച്ചിരുന്നു. സീലിന്റെ കാര്യത്തിലും അഡ്വാൻറ്റേജ് ആയിരുന്നു അവര്. ഓക്കെ. ഡിസ്കവറി ഓഫ് ക്ലേ സ്പിൻഡിൽസ് സജസ്റ്റ് ദാറ്റ് yarn was spun. People wore clothes of cotton and wool. Needles and buttons have also been found, which suggests that people stitched clothes. അടുത്തൊരു കാര്യം നോക്ക് നിങ്ങള്. ക്ലേ സ്പിൻഡിൽസ്. സ്പിൻഡിൽസ് മീൻസ് എന്താ അറിയോ? എന്താ സ്പിൻഡിൽ എന്ന് പറഞ്ഞാല്? സൂചി. അന്നത്തെ സ്പിൻഡിൽസ് അവർ യൂസ് ചെയ്യുന്നു. പിൻ ഫ്രം വിച്ച് ദ ത്രെഡ് ഈസ് ട്വിസ്റ്റഡ്. പീപ്പിൾ വോർ ക്ലോത്ത്സ് ഓഫ് കോട്ടൺ ആൻഡ് വൂൾ. കോട്ടൺ തുണികൾ അന്ന് ഉപയോഗിച്ചിരുന്നു. അതുപോലെ ബട്ടൺസ്, നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടൺസ്, തുന്നാനുള്ള സൂചി, ഇതൊക്കെ അവരന്ന് ഉപയോഗിച്ചിരുന്നു. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജ് ആയിരുന്നു. വളരെ അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം അവർ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കോട്ടന്റെ ഡ്രസ്സുകള്, കോട്ടൺ ഡ്രസ്സിൽ ബട്ടൺസ്, സൂചി, തുന്നാനുള്ള സൂചി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് ഇവരിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിന് മുമ്പ് ഒരു പാരഗ്രാഫ് വിട്ടത് ആരെങ്കിലും കണ്ടുപോയോ? ഇല്ലല്ലോ. ക്രാഫ്റ്റ്മെൻ made things of stone, shell and metal, either in homes or at workshop. They made beads, amulets, weights and ornaments such as rings, necklace, bracelet, bangles and earrings. Terracotta toys, small clay cards, bullocks cards, ship, boats, figures of animals. Marbles, rattles, dolls, bird-shaped whistles have also been found at many sites. അപ്പൊ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ്മാൻ ഉണ്ടാക്കിയ പലതര സാധനങ്ങൾ, അതായത് മെറ്റൽ കൊണ്ടും സ്റ്റോൺ കൊണ്ടും ഷെല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങള് അന്നത്തെ കാലത്തെ സിവിലൈസേഷനിൽ നിന്ന് ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. All of you switch on your camera. ക്യാമറ ഓൺ ചെയ്തോ. അപ്പൊ അന്ന് അവർ ഉപയോഗിച്ച ആഭരണങ്ങള്, അന്ന് ഉപയോഗിച്ച കമ്മല്, അതുപോലെ നെക്ലേസ്, ടെറാക്കോട്ട കൊണ്ടുണ്ടാക്കിയ പല കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാ അമുലെറ്റ്സ് എന്ന് പറഞ്ഞാല് AMULETS, അമുലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രത്തകിടുകള്. നമ്മളിപ്പോ മന്ത്രത്തകിട് ഉപയോഗിക്കുന്നില്ലേ, നമ്മൾ ഉറുക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അങ്ങനെ മന്ത്രത്തകിട് വരെ അന്നത്തെ കാലത്തെ ആൾക്കാരുടേത് കുഴിച്ചെടുത്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത്. മനസ്സിലായോ? ഏകദേശം നമ്മുടെ ഈ ജീവിത രീതി തന്നെയായിരുന്നു അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നത്. 2 നില വീടുകളും ഗ്രേറ്റ് ബാത്തും അതുപോലെ സിറ്റാഡൽ അല്ലെ, ലോവർ ടൗൺ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി people living in villages grew crops and reared cattle. Wheat and barley were the main crops. Rice, pulses and mustard were also grown. Toy model of plough has been found. It shows that people used to plough farm land. People in the cities got their food supplies from these farmers. അപ്പോൾ ഒരുപാട് ധാന്യങ്ങൾ കൃഷിക്കാരും അന്നുണ്ടായിരുന്നു. റൈസ്, പൾസ്, മസ്റ്റാർഡ്, ഇതൊക്കെ അവർ കൃഷി ചെയ്തിരുന്നു. അരിയും കടുകും കടലയും വീറ്റ്, ബാർലി, ഇതൊക്കെ അവരന്ന് കൃഷി നടത്തിയിരുന്നു. ഓക്കെ. അപ്പൊ പ്ലഫിംഗ് ഒക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് സാരം. People domesticated cattle, buffalo, sheep and goats. These animals were perhaps used for both milk and meat. അപ്പൊ മൃഗങ്ങളെ ഇണക്കി ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസും അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിനെ അവർ വളർത്തിയിരുന്നു. അതായത് ബഫലോയും കാറ്റിലും ഗോട്ടും ഷീപ്പിനെയും ഒക്കെ. ഇതിൽ നിന്ന് മത്സ്യവും മാംസവും ഒക്കെ അവര് ഭക്ഷണത്തിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഇന്നത്തെ ഏകദേശം ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്നത്തെ സിവിലൈസേഷനിലെ ആൾക്കാരും ചെയ്തിരുന്നു എന്ന് സാരം. ഓക്കെ, ഇത്രയും മതി.
ഇന്ന് പോരെ? മടുത്തോ? ഹിസ്റ്ററിയാണ്, എല്ലാവരും മടുത്തു എന്നറിയാം. അതുകൊണ്ട് മുൻപത്തെ ലെസണിലെ നമ്മൾ ടിക്ക് ദ കറക്റ്റ് ആൻസറും പിന്നെ ഷോർട്ട് നോട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഒരു ടിക്ക് ദ കറക്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി എല്ലാവരും പേജ് നമ്പർ എടുത്തേ. ഏത് പേജ് നമ്പർ ആണ്? എന്റേത് മാറി, നിങ്ങളുടെ നമ്പർ അല്ലല്ലോ എന്റേത്. all of you take lesson 2. lesson 2 അല്ല, lesson 3 അല്ല മക്കളെ, lesson 3. 2 അല്ല കേട്ടോ, lesson 3 മാറിപ്പോയി. lesson 3 early humans. അതെടുക്കുക. അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് ചെയ്തോ. ഒന്നാമത്തത് ടിക്ക് ദ കറക്റ്റ് ആൻസർ. ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, dash have been found at many Neolithic sites. Dash have been found at many Neolithic sites. Option: tractors, shears, sickles and scissors. Correct answer: sickles. Sickles. Option C is correct. രണ്ടാമത്തെ question. The first cereals to be grown were dash. First cereals grown to be cereals to be grown were dash. Barley and rice. Option D is correct. Barley and rice. മൂന്നാമത്തെ, many pit houses have been found at dash. Many pit houses have been found at മക്കളെ മാറിപ്പോയേ. സെക്കൻഡ് വൺ, the first cereals to be grown were wheat and barley ആണ് കേട്ടോ, wheat and rice അല്ല, wheat and barley. മാറിപ്പോയി, തിരുത്തണേ. wheat and barley ആണ്, wheat and rice അല്ല. മൂന്നാമത്തത്, many pit houses have been found at Bersahom. Bersahom. Option D is correct. Bersahom. Bersahom. Then നാലാമത്തെ, since both stone and dash were used, this period is called Chalcolithic age. സ്റ്റോണും വേറെ ഏതോ ഒരു സംഭവം കൂടെ ഉപയോഗിച്ച ആ ഏരിയയാണ് നമ്മൾ Chalcolithic age എന്ന് പറയാം. ഓപ്ഷൻ ബ്രോൺസ് ആണോ കറക്റ്റ്, കോപ്പർ ആണോ, ഏതാ? ഫോർത്ത് വൺ കോപ്പർ. യെസ്, സ്റ്റോൺ ആൻഡ് കോപ്പർ തന്നെയല്ലേ? Stone and copper. Answer, correct answer is B, copper. Okay. Then fifth one, dash is an important Neolithic site in Assam. ആസാമിലെ important Neolithic site ഏതാ? Neolithic site in Assam. ഏതാ കറക്റ്റ്? ഡാജോലി, ഹാർഡിംഗ്, ജിറാനിയ, മെഹർഗ, മിസ്മാഗരി. 5. നിയോലിത്തിക് സൈറ്റ് ഏതാ മക്കളെ? ഇത്ര പ്രാവശ്യം പറഞ്ഞ കുട്ടികളെ. യെസ് പറഞ്ഞോ ജസ്റ്റിസേ. ഇമ്പോർട്ടന്റ് നിയോലിത്തിക് സൈറ്റ്. നമ്മുടെയും ടീച്ചറിന്റെ ടെക്സ്റ്റ് ബുക്ക് തമ്മിൽ ഓർഡറിന്റെ വ്യത്യാസമുണ്ട്.
അത് ശരി. മിസ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മളെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മിസ്. ഇപ്പൊ അഞ്ചാമത്തെ പറഞ്ഞത്. ഓഹോ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് എഴുതാ കേട്ടോ. മറ്റേ ടെക്സ്റ്റ് ഇപ്പൊ കിട്ടിയ ടെക്സ്റ്റ് വേറെയാ. അപ്പൊ ഞാൻ ആൻസർ തന്നതിലും ആൻസർ തരുമ്പോഴും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും അല്ലെ? ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് തരുമ്പോ. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയും, ലോങ് ആൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അത് എഴുതിട്ടോ. എന്നാലേ ഒന്നാമത്തെ ഷോർട്ട് നോട്ടിൽ ഒന്നാമത്തെ ഏതാ? നെയിം സം ഓഫ് ദ ആനിമൽസ് ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഏർലി ഹ്യൂമൻസ് എന്നാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ ജസ്റ്റസേ. യെസ്, Name some of the animals domesticated by early humans. അതാണ് ആൻസർ അല്ല ക്വസ്റ്റ്യൻ. യെസ്, അതിന്റെ ആൻസർ നിങ്ങൾ എഴുതിക്കോ. ഒന്നാമത്തിന്റെ ആൻസർ എഴുതുക. ഷോർട്ട് ആൻസറിലെ ബി എഴുതി. ബിയിൽ ഒന്നാമത്തത് ഷോർട്ട് ആൻസർ ഒന്നാമത്തെ. early humans early humans domesticated animals such as dogs, pigs, goats, 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 sheep, cattle, horses and donkeys. Horses and donkeys. DONKEYS. Second one. Second question. What enabled early humans to make pots of different shapes and sizes in much lesser time? Answer. Second question adano. What enabled early humans to make pots of different shapes and sizes in much lesser time? Correct answer is the invention of the potter's wheel. Invention of the potter's wheel enabled early humans to make pots
to make pots. To make pots. ജസ്റ്റിസെ വരച്ചിടരുത്. എന്താ പറയുന്ന മോനെ? മിസ് മനസ്സിലായില്ല. മ്യൂട്ട് ചെയ്യണമെന്നാണോ? യെസ്. എന്താടാ? മിസ് രണ്ടാമത്തെ പാഠത്തിന് നോട്ട് തന്നിട്ടുണ്ടോ? ഗ്രൂപ്പിലിട്ടായിരുന്നോ? ഇല്ലേ? 2. രണ്ടാമത്തെ പാഠത്തിന്റെ നോട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. രണ്ടാമത്തെ പാഠത്തിന്റെ നോട്ട് ഇത് കഴിഞ്ഞിട്ട് തരാം. എന്താ അതിരാ? മിസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ മൂന്നാമത്തെ ലെസണിന്റെ നോട്ട്. മൂന്നാമത്തെ ലെസണിലെ ഷോർട്ട് ആൻസേഴ്സ് ഇല്ലേ, അതിന്റെ നോട്ട് മനസ്സിലായോ? ഒരു കാര്യം ചെയ്താൽ ഞാൻ രണ്ടാമത്തെ ലെസണിന്റെ ആർക്കും കിട്ടിയില്ല. രണ്ടാം ലെസണിന്റെയും മൂന്നാമത്തെ ലെസണിന്റെയും നോട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഇപ്പൊ ഇത്ര എഴുതിയെടുത്ത് ഇത്ര എഴുതിയാട്ടെ. എല്ലാവരും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കൂ മക്കളെ. ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ. ഇപ്പൊ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. ഞാനിത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം രണ്ടാമത്തെ ലെസണിന്റെയും മൂന്നാമത്തെ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെ ലെസൺ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ടൈം കിട്ടുമ്പോൾ നിങ്ങൾ എഴുതാം. അർജുനെ കുത്തി വരച്ചിട്ടുണ്ടാ? ഇപ്പൊ ശ്രദ്ധിക്കാം. ഒരു കാര്യം ഞാൻ പറയാം. ജസ്റ്റിസ് അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ന്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യം ഇത്രയാണ്. രണ്ടാമത്തെ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ലെസണും ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ ലെസണിന്റെ നോട്ട്. രണ്ടാമത്തെ ലെസൺ എഴുതിയവർ എഴുതണ്ട, ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോ ജസ്റ്റിസ് ആരാണ് കിട്ടിയില്ല എന്നുള്ള ജുവാൻ ആരോ പറഞ്ഞു നോട്ട് കിട്ടിയില്ല എന്നുള്ള കാര്യം. രണ്ടാമത്തെ ലെസണിന്റെതും മൂന്നാമത്തെ ലെസണിന്റെയും ഞാനിപ്പോ സെൻഡ് ചെയ്യും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അത് സ്റ്റാർട്ട് സൂക്ഷിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ, എന്നിട്ട് എഴുതിയെടുക്കാം. പിന്നെ നോട്ട് ചോദിച്ചാൽ എന്റെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, എന്താ അർജുനെ? മറ്റേ വേറെ വാട്സപ്പ് നമ്പറിലേക്ക് മാറ്റി വെച്ചാൽ മതില്ലേ? മതി. ആയാലും മതി. ഓക്കെ, ബൈ ബൈ, സീ യു.